പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എക്സാം ചേസറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ് ഹിന്ദിയിലെ 1ാം അധ്യായത്തിലെ ബീർ ബഹൂട്ടി എന്ന പാഠഭാഗമാണ്. അതിനു മുമ്പായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനുകൾ ലഭിക്കാൻ ബെല്ലൈക്കൺ അമർത്താനും മറക്കല്ലേ. എങ്കിൽ നേരെ ക്ലാസ്സിലേക്ക് കടന്നാലോ. ഹിന്ദിയിലെ ആധുനിക കഥാകാരനായ പ്രഭാതിൻ്റെ ഒരു ചെറിയ കഥയാണ് ബീർ ബഹൂട്ടി. എഴുത്തുകാരനെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ 1972 രാജസ്ഥാനിലെ കരൗലിയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. കഥാകൃത്ത് മാത്രമല്ല, നല്ലൊരു കവിയുമാണ്. കാസിബായി, പാനി കി ഗാഡിയോ മേ, ചൂസത്താ രഹ ജാത്താ രഹ തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ പ്രമുഖ രചനകളാണ്. ഇനി കഥയിലേക്ക് കടക്കാം. കഥയുടെ പേര് ബീർ ബഹൂട്ടി എന്നാണല്ലോ. എന്താണ് ഈ ബീർ ബഹൂട്ടി എന്ന് നിങ്ങൾക്കറിയാമോ? മഴക്കാലത്ത് കാണപ്പെടുന്ന ഒരു ചുവന്ന പ്രാണിയാണ് ഇത്. ചിലയിടങ്ങളിൽ ഇവയെ ഇന്ദ്രഗോപം എന്ന് പറയുന്നു. ബീർ ബഹൂട്ടി എന്ന കഥയിലെ പ്രധാന കഥാപാത്രങ്ങളാണ് ബേലയും സാഹിലും. രണ്ടുപേരും ജയ്പൂരിലെ ഫുലേറ ജില്ലയിലാണ് താമസം. അവർ രണ്ടുപേരും ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഉറ്റ സുഹൃത്തുക്കളുമാണ്. ബേലയുടെയും സാഹിലിൻ്റെയും ആത്മാർത്ഥ സൗഹൃദമാണ് പ്രഭാത് ബീർ ബഹൂട്ടി എന്ന കഥയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് പാഠം ഒന്ന് വായിക്കാം. ബീർ ബഹൂട്ടി പ്രഭാത്. बादल बहुत बरस लिए थे, फिर भी बहुत सारा पानी उनमें बचा हुआ था. वे खेतों जंगलों के ऊपर छाए हुए थे. सारा आकाश मेघों से भरा था. मेघों की छायाओं में गीली हवाएं इधर उधर घूम रही थी. पेड़ों के तने अभी भी गीले थे. मूंगफलियों के हरे खेतों में पीले फूल अभी भी गीले थे. खेतों में छोटा छोटा बाजरा उगा था. बाजरे के लंबे पतले पातों में पानी की बूंदें अड़की हुई थी. बारिश की हवा में गीले खेतों और बारिश की हरियाली को गंध खुली हुई थी. മേഘം നന്നായി പെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിലും അവയിൽ ധാരാളം വെള്ളം ഇനിയും ബാക്കിയുണ്ട്. ആ മേഘങ്ങൾ പാടത്തിൻ്റെയും വനത്തിൻ്റെയും മുകളിൽ അങ്ങനെ വ്യാപിച്ചു കിടക്കുകയാണ്. ആകാശമാകെ മേഘങ്ങളാൽ നിറഞ്ഞിരുന്നു. മേഘങ്ങളുടെ നിഴലിലൂടെ നനുത്ത കാറ്റ് അങ്ങിങ്ങായി ചുറ്റിക്കളിക്കുന്നു. മരത്തടികളിലെ നനവ് ഇപ്പോഴും മാഞ്ഞിട്ടില്ല. പച്ചപ്പ് വിരിച്ച നിലക്കടലകളുടെ പാടം. അവിടെ വിരിഞ്ഞു നിൽക്കുന്ന മഞ്ഞപ്പൂക്കളിൽ ഇപ്പോഴും നനവും മാഞ്ഞിട്ടില്ല. പാടങ്ങളിൽ ചോളത്തൈകൾ മുളച്ചു വന്നിരിക്കുന്നു. അവയുടെ നീണ്ടു മെലിഞ്ഞ ഇലകളിൽ ജലകണങ്ങൾ പറ്റിച്ചേർന്നിരിക്കുന്നു. കാറ്റിൽ നനവാർന്ന വയലുകളുടെയും മഴക്കാലത്തെ പച്ചപ്പിൻ്റെയും ഗന്ധം അലിഞ്ഞിരുന്നു. ഇനി രണ്ടാമത്തെ പാരഗ്രാഫിലേക്ക് കടക്കാം. ഉन्हें बीर बहूटियों से मिलना होता था, सो वे स्कूल के लिए घर से कुछ समय पहले निकल आते थे. कस्बे से सटे इन खेतों में बीर बहूटियाँ खोजा करते थे. सुर्ख मुलायम गदबदी बीर बहूटियाँ, धरती पर चलती फिरती खून की प्यारी प्यारी बूंदें. उनके बस्ते उनकी पीठ पर लदे होते थे, कंधों पर टंगे होते थे. वे एक दूसरे के बहुत नज़दीक रहकर, बल्कि कहना चाहिए बिल्कुल सटकर बीर बहूटियाँ गूंजते थे. उन्हें देखने के लिए वे बारिश की गंध भरी भूरी ज़मीन पर बैठ जाया करते थे. മഴക്കാലത്ത് കാണപ്പെടുന്ന ചുവന്ന പ്രാണികളെ, അതായത് ബീർ ബഹൂട്ടികളെ അവർക്ക് വലിയ ഇഷ്ടമായിരുന്നു. അവയെ കാണാനായി രണ്ടുപേരും നേരത്തെ തന്നെ സ്കൂളിലേക്ക് ഇറങ്ങി. ടൗണിനോട് ചേർന്ന് കിടക്കുന്ന വയലുകളിൽ അവർ രണ്ടുപേരും മുട്ടിച്ചേർന്നിരുന്ന് മഴവണ്ടികളെ തിരഞ്ഞു. ചുവന്ന മിനുസമുള്ള മനോഹരമായ ബീർ ബഹൂട്ടികൾ. അവയെ കണ്ടാൽ ഭൂമിയിലൂടെ നടക്കുന്ന രക്തത്തുള്ളികളാണെന്നേ തോന്നൂ. സ്കൂൾ ബാഗും ചുമലിലേറ്റി മഴയുടെ ഗന്ധമുള്ള മണ്ണിലിരുന്ന് അവർ ആ വണ്ടുകളെ തിരഞ്ഞു. ബേല देखो, इस बीर बहूटी का रंग तुम्हारे रिबन के जैसा लाल है, साहिल ने कहा. बेला,
ഈ ബീർബഹൂട്ടികളുടെ നിറം നിന്റെ മുടിയിൽ കെട്ടിയിരിക്കുന്ന റിബൺ പോലെ ചുവന്നതാണല്ലോ, സാഹിൽ പറഞ്ഞു. തുമ്നെ കുച്ച് സുനാ ബേല? നീ എന്തെങ്കിലും കേട്ടോ ബേല? സാഹിൽ തുടർന്നു ചോദിച്ചു. ഹാ സുന, പഹലി ഘണ്ടി ലഗ് ഗയി ഹെ. ആ കേട്ടു, സ്കൂളിലെ ഫസ്റ്റ് ബെല്ലടിച്ചു, ബേല ഉത്തരം നൽകി. ലേക്കിൻ മുझे പെൻ മേ സ്യാഹി ഭി ഭർവാനി ഹെ ദുക്കാൻ സേ. പക്ഷേ എനിക്ക് കടയിൽ നിന്ന് പേനയിൽ മഷി നിറയ്ക്കാനുണ്ട്, സാഹിൽ പറഞ്ഞു. 1981 का साल। राजस्थान में जयपुर के नज़दीक सवारी गाड़ियों और मालगाड़ियों से सदा भरा फुलेरा जंक्शन। कस्बे की लगभग सूनी तंग गलियाँ, गलियों में खामोश खड़े बिजली के खंभे, खंभों के बीच खिंची तारों की कतारें। इन गलियों में जहाँ तहाँ दिखाई पड़ते मीठी घंटियाँ बजाते फेरी वाले। एक अंधेरी सी गली में 6-7 गधों की खुरों की टापों की आवाज़ें, उनके पीछे चलता एक बदन उगाड़े कुमार। इसी दृश्य के बीच से गुजरते हुए 2 स्कूली बच्चे, बेला और साहिल। उन दिनों पेन में 5 पैसे में नीली स्याही भरी जाती थी। स्टेशनरी की दुकान वाले ड्रॉपर से पेन में स्याही भरते थे. വർഷം 1981. രാജസ്ഥാനിലെ ജയ്പൂരിനടുത്തുള്ള ഫുലേറ ഗ്രാമം. യാത്രാവാഹനങ്ങളും ചരക്കുവണ്ടികളും സദാ നിറഞ്ഞിരിക്കുന്ന ജംഗ്ഷൻ. കവലയിലെ ഏതാണ്ട് വിജനമായ തെരുവുകൾ. തെരുവുകളിൽ നിശബ്ദമായി നിലകൊള്ളുന്ന വൈദ്യുത തൂണുകൾ. വൈദ്യുത കാലുകൾക്കിടയിൽ വലിച്ചു കെട്ടിയിരിക്കുന്ന കമ്പികളുടെ നീണ്ട നിര. ഈ തെരുവുകളിൽ അങ്ങിങ്ങായി മധുരമായി മണിമുഴക്കുന്ന തെരുവ് കച്ചവടക്കാരെ കാണാം. ഒരു ഇരുണ്ട തെരുവിൽ നിന്നും 6-7 കഴുതകളുടെ കുളമ്പടി ശബ്ദങ്ങൾ കേൾക്കുന്നു. അവയ്ക്ക് പിറകിലായി ഒരു കളിമൺ പാത്ര കച്ചവടക്കാരൻ നടന്നു വരുന്നു. ഇവർക്കിടയിലൂടെയാണ് ബേലയും സാഹിലും നടന്നു വരുന്നത്. ആ കാലത്ത് 5 പൈസയ്ക്ക് പേനയിൽ മഷി നിറച്ചു കിട്ടുമായിരുന്നു. പെൻമേ കുച്ച് സ്യാഹി ബച്ചി थी, उसे साहिल ने जमीन पर छिड़क दिया. नई स्याही भरवाने के लिए दोनों दुकान पर पहुंचे. കടയിൽ നിന്നും മഷി കിട്ടുമെന്ന പ്രതീക്ഷയിൽ പേനയിൽ അവശേഷിച്ചിരുന്ന മഷി സാഹിൽ തറയിൽ ഒഴിച്ചു കളഞ്ഞു. രണ്ടുപേരും പേനയിൽ മഷി നിറയ്ക്കാനായി കടയിലെത്തി. एक पेन स्याही भर दो, साहिल से पहले ही बेला ने दुकान वाले से कहा. ഒരു പേന മഷി തരൂ, സാഹിലിനു മുന്നേ തന്നെ ബേല ചാടിക്കേറി കടക്കാരനോട് ആവശ്യപ്പെട്ടു. बेटा, स्याही की बोतल अभी अभी खाली हो गई है, अब तो कल ही मिल पाएगी. മഷി ഇപ്പോൾ തീർന്നതേയുള്ളൂ, ഇനി നാളെയേ കിട്ടൂ, കടക്കാരൻ മറുപടി പറഞ്ഞു. लेकिन इसने तो पेन में जो स्याही थी उसे भी जमीन पर छिड़क दिया, बेला बोली. പക്ഷെ ഇവനാണെങ്കിൽ പേനയിൽ ശേഷിച്ചിരുന്ന മഷി കൂടി തറയിൽ ഒഴിച്ചു കളഞ്ഞുവല്ലോ, ബേല പറഞ്ഞു. बादल को देखकर घड़े को नहीं ढुलाना चाहिए, दुकान वाले भैया ने कहा और पूछा, कौन सी में पढ़ते हो? മേഘങ്ങളെ കണ്ട് കുടം ചരിക്കരുത് മക്കളെ, കടക്കാരൻ പറഞ്ഞു. എന്നിട്ട് രണ്ടുപേരും എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചു. പാഞ്ചവീം മേ, साहिल ने ऐसे बुरे मन से बताया जैसे 5वीं में पढ़ना पाप हो. 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത് എന്തോ വലിയ പാപമാണെന്ന മട്ടിലാണ് സാഹിൽ അത് പറഞ്ഞത്. ദോനും, ദുക്കാൻ വാലെ ഭയ്യാനെ കഹ, രണ്ടുപേരും, കടക്കാരൻ ചോദിച്ചു. ഹാ ദോനോ, और हम दोनों का सेक्शन भी एक ही है, ए, बेला ने ऐसे खुश होकर बताया जैसे यह कोई बहुत बड़ी बात हो. അതെ, രണ്ടുപേരും ഞങ്ങൾ ഒരേ ഡിവിഷനിലുമാണ്. ഒരേ ഡിവിഷനിൽ പഠിക്കുക എന്നത് വലിയ എന്തോ കാര്യമാണെന്ന ഭാവത്തിലാണ് ബേല അത് പറഞ്ഞത്. ക്ലാസ് മേ दोनों पास पास बैठते थे. कॉपी में काम करते तो दोनों कॉपी में काम करते थे. किताब पढ़ते तो दोनों किताब पढ़ते, बल्कि पाठ भी एक ही पढ़ते. साहिल चमक उठी सन 57 में
वह तलवार पुरानी थी पढ़ता तो बेला भी चमकुड़ी सन 57 में वह तलवार पुरानी थी पढ़ती। बेला कहती, बहन जी पानी पीने चली जाऊँ। साहिल भी कहता, बहൻ जी പാനി പീനെ ചലാ ജാവൂ. അവർ ക്ലാസ്സിൽ അടുത്തടുത്താണ് ഇരിക്കുന്നത്. ഒരാൾ കോപ്പി എഴുതുകയാണെങ്കിൽ മറ്റേയാളും കോപ്പി എഴുതും. ഒരാൾ പുസ്തകം വായിക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ആളും പുസ്തകം വായിക്കും. അതും ഒരേ പാഠം, ഒരേ വരികൾ. ബേല അധ്യാപികയോട് വെള്ളം കുടിക്കാൻ പോകാനുള്ള അനുവാദം ചോദിച്ചാൽ സാഹിലും അത് തന്നെ ചോദിക്കുമായിരുന്നു. गणित के माठ साहब सुरेंद्र जी का पीरियड घेल घंटी के बाद आता था. बच्चे उनसे कांपते थे और खेल घंटी बंद होने से 2 मिनट पहले ही अपनी अपनी जगहों पर आकर बैठ जाते थे. കളിയുടെ പീരീഡിന് ശേഷമാണ് ഗണിതാധ്യാപകനായ സുരേന്ദ്രൻ മാഷിൻ്റെ പീരീഡ്. കുട്ടികൾക്ക് അദ്ദേഹത്തെ ഭയമായിരുന്നു. അതുകൊണ്ട് തന്നെ കളിയുടെ പീരീഡ് കഴിയുന്നതിന് 2 മിനിറ്റ് മുൻപ് തന്നെ എല്ലാവരും ക്ലാസ്സിലെത്തി അവരവരുടെ സീറ്റിൽ സ്ഥാനം പിടിക്കും. सुरेंद्र जी माठ साहब इसी पीरियड में कॉपी जांचते थे. जरा सी गलती पर बच्चों को इधर उधर फेंक देते थे या चापड़ मारने लगते थे. उनका हाथ चलना शुरू होता तो रुकना भूल जाता था. സുരേന്ദ്രൻ മാഷ് ഈ പീരീഡിൽ എല്ലാവരുടെയും നോട്ട് ബുക്ക് പരിശോധിക്കും. ചെറിയ തെറ്റുകൾ വന്നാൽ പോലും കുട്ടികളെ കഠിനമായി ശിക്ഷിക്കുമായിരുന്നു. അദ്ദേഹം കുട്ടികളെ അടിക്കാൻ തുടങ്ങിയാൽ നിർത്താൻ പോലും മറന്നുപോകും. एक दिन सुरेंद्र जी माठ साहब ने बेला के बालों में पंजा फंसाया, पर शायद जिस गलती को पाकर वे उसके बाल पकड़कर फेंकने वाले थे वह गलती थी ही नहीं. उन्होंने बेला को छोड़ दिया. बेला के भयभीत चेहरे को देखकर साहिल बुरी तरह डर गया था. उसने देखा कि बेला के पाँव अभी भी कांप रहे हैं, जैसे वह खड़े खड़े अभी गिर जाएगी. सुरेंद्र जी माठ साहब ने कॉपी को उसके बैठने की जगह पर फेंकते हुए कहा, बैठ अपनी जगह पर. ഒരു ദിവസം സുരേന്ദ്രൻ മാഷ് ബേലയുടെ നോട്ട് ബുക്ക് പരിശോധിക്കുകയായിരുന്നു. അതിൽ കുറച്ച് തെറ്റുകളുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നി. മാഷ് ദേഷ്യത്തിൽ അവളുടെ മുടി പിടിച്ചു വലിച്ചു. പക്ഷേ ഏത് തെറ്റിൻ്റെ പേരിലാണോ മാഷ് അവളെ ശിക്ഷിക്കാൻ ഒരുങ്ങിയത് അതൊരു തെറ്റേ ആയിരുന്നില്ല. അയാൾ ബേലയെ വെറുതെ വിട്ടു. ബേലയുടെ ഭയന്നു വിറച്ച മുഖവും വിറയ്ക്കുന്ന ശരീരവും കണ്ട് സാഹിലും ഭയന്നു വിറച്ചു. നിന്ന നിൽപ്പിൽ അവൾ വീണുപോയേക്കുമോ എന്ന് പോലും അവന് തോന്നി. സുരേന്ദ്രൻ മാഷ് ബേലയുടെ സീറ്റിലേക്ക് കോപ്പി വലിച്ചെറിഞ്ഞു. എന്നിട്ട് അവിടെ ഇരിക്കെന്ന് ദേഷ്യത്തോടെ പറയുകയും ചെയ്തു. बेला का मन बहुत खराब हो गया. माठ साहब चाहे मुझे पीट लेते मगर साहिल के सामने नहीं. वह साहिल के सामने खुद को शर्मिंदा महसूस कर रही थी, क्योंकि वह जानती थी कि वह साहिल की नज़र में बहुत अच्छी है. जब वह उसके पास आकर बैठी उससे नज़र नहीं मिला पाई. ബേലയുടെ മനസ്സിൽ വല്ലാത്ത സങ്കടം തോന്നി. മാഷിന് വേണമെങ്കിൽ എന്നെ അടിക്കാമായിരുന്നു, പക്ഷേ സാഹിലിൻ്റെ മുന്നിൽ വെച്ച് വേണ്ടിയിരുന്നില്ലെന്ന് അവൾക്ക് തോന്നി. അവൾക്ക് സാഹിലിൻ്റെ മുഖത്ത് നോക്കാൻ തന്നെ ലജ്ജ തോന്നി. കാരണം സാഹിലിൻ്റെ മുൻപിൽ അവൾ നല്ല കുട്ടിയായിരുന്നു. ബേലയുടെയും സാഹിലിൻ്റെയും കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി ഈ കഥയുടെ ബാക്കിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഇതുവരെ എടുത്ത ഭാഗങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക്